ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 24ാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് നോക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ഇന്ത്യൻ ഗവൺമെൻറ് ഫോംഡ് ഇൻ 1946, ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ വാസ്. അതായത് 1946 നിലവിൽ വന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ആരായിരുന്നു അലങ്കരിച്ചത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സി രാജഗോപാൽ ആചാര്യാണെന്നാണ്. നാലാമത്തെ ഓപ്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നാണ്. അപ്പോൾ ഇതിൽ ആരാണ് നമ്മുടെ 1946 വന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്? സോ അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ഇന്ത്യൻ ഗവൺമെൻറ്? നമ്മുടെ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്നത് ഇമ്പീരിയൽ ഗവൺമെൻറ്റാണ്. ആ ഇമ്പീരിയൽ ഗവൺമെൻറ്റിൽ നിന്നും രാജ്യത്തൊരു ജനാധിപത്യ ഭരണരീതി നിലവിൽ വരുന്നതിനും ഇടയ്ക്ക്, ഇമ്പീരിയൽ ഗവൺമെൻറ്റിൽ നിന്നും രാജ്യത്തൊരു ഡെമോക്രസി നിലവിൽ വരുന്നതിനിടയ്ക്ക് ഇതിന് രണ്ടിനും നടുക്ക് ഒരു ട്രാൻസിഷൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലെ നിലവിൽ വന്നതാണ് ഇന്ത്യൻ ഗവൺമെൻറ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുന്നത് വരെ ഈ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെട്ട ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് തുല്യമായിട്ടുള്ള സ്ഥാനം വഹിച്ചിരുന്ന ഒരു ഓർഗനാണ്. അങ്ങനെ രൂപമെടുത്ത എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നോ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നോ, സി രാജഗോപാൽ ആചാര്യായിരുന്നോ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നോ? ആരായിരുന്നു? അത് നമ്മുടെ ഓപ്ഷൻ എ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഹൂഗ്ലി വാസ് യൂസ്ഡ് ആസ് എ ബേസ് ഓഫ് പൈറസി ഇൻ ബേ ഓഫ് ബംഗാൾ ബൈ. നമ്മുടെ ചോദ്യം ഇതാണ്: ബേ ഓഫ് ബംഗാളിൽ ഹൂഗ്ലി ആരാണ് അവിടെ പൈറസി പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ബേസായി ഉപയോഗിച്ചതെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് ഫ്രഞ്ചുകാരായിരുന്നു എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് അത് ഡാനിഷ് അല്ലെങ്കിൽ ഡെൻമാർക്കുകാരായിരുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് അത് ബ്രിട്ടീഷുകാരായിരുന്നു എന്നാണ്. അപ്പോൾ ഇവരിൽ ആരാണ് നമ്മുടെ ഹൂഗ്ലി പൈറസി പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ബേസായി ഉപയോഗിച്ചു പോകുന്നത്? ബംഗാളിലെ അതിസമ്പന്നമായി നിന്ന ചില പ്രദേശങ്ങളിലൊന്നായിരുന്നു ഹൂഗ്ലി. ആ ഹൂഗ്ലിയുടെ നിയന്ത്രണം 16-17 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസുകാരുടെ കൈകളിലേക്ക് എത്തുകയും വലിയ തോതിൽ പോർച്ചുഗീസ് വ്യാപാരികൾ ഈ പ്രദേശങ്ങളിലേക്ക് വരികയും ചെയ്തു. അതിന് കാരണം കസ്റ്റം ഡ്യൂട്ടീസ് ഒഴിവാക്കാനും കൂടാതെ പൈറസി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുമായിരുന്നു. അതുമൂലം അവർക്ക് സാധാരണ ഇവിടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 2 മടങ്ങ് അവർക്ക് ലാഭമായിട്ട് കൊയ്യുവാനും സാധിക്കുമായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ആരാണ് ഹൂഗ്ലി അവരുടെ പൈറസി പ്രവർത്തനങ്ങൾക്കുള്ള ബേസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അത് നമ്മുടെ ഓപ്ഷൻ എ ആയിട്ടുള്ള പോർച്ചുഗീസുകാരാണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് 4 പേരുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റായിട്ട് മാച്ച് ആകുന്നതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ബക്സാറാണ്. ബാറ്റിൽ ഓഫ് ബക്സാർ മിർ ജാഫറിനും നമ്മുടെ റോബർട്ട് ക്ലൈവിനും ഇടയിലായിരുന്നു ആ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അല്ല, 1764 മിർ കാസിമിനും ബ്രിട്ടീഷുകാർക്കും ഇടയിലായിരുന്നു 1764 ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധം ഉണ്ടായിരുന്നത്. അവിടെ ക്ലൈവും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ മിർ ജാഫറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി അവിടെ കിടക്കട്ടെ. നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് പോകാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ചീലിയൻ വാലയാണ്. നമ്മുടെ ബാറ്റിൽ ഓഫ് ചീലിയൻ വാല സംഭവിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർക്കും പഞ്ചാബ് സിഖുകാർക്കും ഇടയിലുണ്ടായ ഒരു യുദ്ധമുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ എന്ന് പറയാം, അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ എന്ന് പറയാം. അങ്ങനെയുണ്ടായ 1849 നടന്ന രണ്ടാം ആംഗ്ലോ സിഖ് വാറിൻ്റെ ഭാഗമായിട്ടാണ് ബാറ്റിൽ ഓഫ് ചീലിയൻ വാല സംഭവിക്കുന്നത്. പഞ്ചാബിലെ ഒരു സ്ഥലമാണ് ചീലിയൻ വാല. ആ സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ് ആ ബാറ്റിലിന് ബാറ്റിൽ ഓഫ് ചീലിയൻ വാല എന്ന് പറയുന്ന പേര് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ഡൽഹൌസി മറാത്താസിനും ഇടയിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നത്? അല്ല, ബ്രിട്ടീഷുകാർക്കും സിഖ് അല്ലെങ്കിൽ പഞ്ചാബിനും ഇടയിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്.
ഇനി നാലാമത്തെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് കാദ്ര. ബാറ്റിൽ ഓഫ് കാദ്ര നടന്നത് നമ്മുടെ നിസാമിനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇടയിലായിരുന്നോ? അല്ല. നമ്മുടെ 1795 നമ്മുടെ മറാത്താസിനും അതുപോലെ തന്നെ ഹൈദരാബാദിലെ നിസാമിനും ഇടയിലായിരുന്നു ബാറ്റിൽ ഓഫ് കാദ്ര നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 3 ഓപ്ഷൻ നമ്മുടെ തെറ്റായതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്താണ്? ബാറ്റിൽ ഓഫ് വാൻഡിവാഷാണ്. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് നടന്നത് 1760 ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇടയിലായിരുന്നു. അതോടുകൂടിയാണ് ഫ്രഞ്ചുകാരുടെ സ്വാധീനങ്ങളൊക്കെ ഇന്ത്യയിൽ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബാറ്റിൽ ഓഫ് വാൻഡിവാഷാണ്. അത് നടന്നത് ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇടയിലായിരുന്നു. 1760 ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: ദ വേർഡ് ആദിവാസി യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ടു റെഫർ ടു ദ ട്രൈബൽ പീപ്പിൾ ബൈ. അതായത് നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളെ അവരെ സൂചിപ്പിക്കുവാനായിട്ട് ആദിവാസി എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ മഹാത്മാഗാന്ധിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തക്കർ ബാപ്പയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ജ്യോതിബ ഫൂലെയാണ്. നാലാമത്തെ ഓപ്ഷൻ ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പോൾ ഇവരിൽ ആരാണ് ആദ്യമായിട്ട് ഈ ഒരു പദം നമ്മുടെ ഗോത്ര വിഭാഗക്കാരെ റെഫർ ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചത്? നമുക്ക് ഏകദേശം ഒരു 2000, അതായത് BC ഉണ്ടല്ലോ, ക്രിസ്തു ജനിക്കുന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒരു പദമാണ് നമ്മുടെ ഈ ആദിവാസി എന്ന് പറയുന്ന ഒരു വാക്ക്. അത് ആക്ച്വലി സംസ്കൃതത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അപ്പോൾ അവരെ റെഫർ ചെയ്യാൻ വേണ്ടി ആദിമ മനുഷ്യൻ എന്നുള്ള നല്ലൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു 2000 BC കാലഘട്ടങ്ങൾ മുതലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോത്ര വിഭാഗക്കാരെ ഈ ഒരു പദം വെച്ച് റെഫർ ചെയ്തത് അത് നമ്മുടെ തക്കർ ബാപ്പയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഈ ഒരു ആദിവാസി ഗോത്ര വിഭാഗക്കാരെ ആദിവാസി എന്ന് പറയുന്ന പേരിൽ അല്ലെങ്കിൽ ഈ ഒരു പദം വെച്ചൊക്കെ റെഫറൻസ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിലും ഇതേ പദം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഗോത്ര വിഭാഗക്കാരെ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം അവർ നമ്മുടെ മനുഷ്യന്മാരുടെ അല്ല ആദിമ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പ്രിമിറ്റീവായിട്ടുള്ള അവിടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് അവർക്ക് ആ ഒരു പേര് നമ്മുടെ തക്കർ ബാപ്പ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തക്കർ ബാപ്പയാണ് നമ്മുടെ ഗോത്ര വിഭാഗക്കാരെ ആദിവാസി എന്ന വേർഡ് ഉപയോഗിച്ച് ആദ്യമായി റെഫർ ചെയ്തത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഹു അമംഗ് ദ ഫോളോവിങ് വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ടു ഇനീഷ്യേറ്റ് ദ പോളിസി ഓഫ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ കൊറൽസ് ഓഫ് ദ ഇന്ത്യൻ പ്രിൻസസ് വിത്ത് എ വ്യൂ ടു അക്വയർ ഇന്ത്യൻ ടെറിട്ടറീസ്. അതായത് നമ്മുടെ ഇന്ത്യൻ രാജകുമാരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന കലഹങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഭൂപ്രദേശങ്ങളിൽ അധികാരം സ്ഥാപിച്ചെടുക്കാമെന്നും ടെറിട്ടറീസ് അക്വയർ ചെയ്യാൻ സ്ഥാപിക്കാം എന്നും അതുപോലെ തന്നെ അതുമൂലം ഇന്ത്യയിലൊരു എംപയറിനെ സ്ഥാപിക്കാം എന്നും വിശ്വസിച്ച ആദ്യ യൂറോപ്യൻ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് റോബർട്ട് ക്ലൈവ് ആണെന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അത് ഡ്യൂപ്ലസിസ് ആണെന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ അത് അൽബുക്കാർക്ക് ആണെന്നാണ്. നാലാമത്തെ ഓപ്ഷൻ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണെന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു എംപയറൊക്കെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം തലയിൽ ഉദിച്ചു വന്നത് അതിനായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന, അതായത് ഇന്ത്യൻ രാജകുമാരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആവശ്യം സാധിച്ചെടുക്കാമെന്ന് മനസ്സിലായത് നമ്മുടെ ഇന്ത്യയിൽ പോണ്ടിച്ചേരിയിൽ ഡ്യൂമാസിന് ശേഷം അടുത്ത ഫ്രഞ്ച് ഗവർണറായിട്ട് അധികാരത്തിൽ വന്ന ഡ്യൂപ്ലസിസിൻ്റെ തലയിലായിരുന്നു. അദ്ദേഹം 1774 ഇതിനായിട്ട് ഇന്ത്യയിൽ ആദ്യം ഒരു ഇന്ത്യക്കാരെ വെച്ചുള്ള എന്നൊരു സൈന്യത്തെ രൂപപ്പെടുത്തി. അതാണ് നമ്മൾ ഷിപ്പോയിസ് അല്ലെങ്കിൽ ശിപ്പായിലകൾ എന്നൊക്കെ പറയുന്ന അതിനകത്ത് വരുന്ന ഇന്ത്യൻ പട്ടാളക്കാരല്ല ഷിപ്പോയിസ്. അങ്ങനെയുള്ള ഷിപ്പോയിസിൻ്റെ ആദ്യത്തെ ബറ്റാലിയൻ രൂപീകരിച്ചത് തന്നെ നമ്മുടെ ഡ്യൂപ്ലസിസ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇവിടെ ഇന്ത്യയിലൊരു സൈന്യം വേണം. കാരണം ബാക്കി ഇന്ത്യൻ രാജകുമാരന്മാരുടെ പക്ഷം പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആർമി വേണമല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി അതിൽ ഇങ്ങനെയൊരു ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടി ഒരു പരിധി വരെ നമ്മുടെ ഡ്യൂപ്ലസിസൊക്കെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രഞ്ചുകാർ പോയിട്ട് മൈസൂരുമായിട്ട് സഖ്യം ചേരുന്നത്. പിന്നീട് പല കാരണങ്ങളാൽ അവസാനം ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതിന് അനേകം റീസൺസ് ഉണ്ട് കേട്ടോ, അത് നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? അത് നമ്മുടെ ഫ്രഞ്ച് ഗവർണറായിട്ടുണ്ടായിരുന്ന ഡ്യൂപ്ലസിസിൻ്റെ തലയിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ രാജകുമാരന്മാർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഒരു എംപയറിനെ സ്ഥാപിച്ചെടുക്കാമെന്നുള്ള ചിന്ത ഉദിച്ചത്. അതിനെ ബ്രിട്ടീഷുകാർ കോപ്പി അടിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്ന ചോദ്യങ്ങൾ. ഇതോടുകൂടി ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. അതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്.
ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.